സോൺപൂർ മേളയിൽ പങ്കെടുക്കുന്ന പല ആന വ്യാപാരികളും അവിടെ എത്തുന്ന പിടിയാനകളെ ഉത്സാഹപൂർവ്വം തിരഞ്ഞെടുക്കുന്നത് കാണാം. ഒരു കൊമ്പനെ ധാരാളം ശിക്ഷണങ്ങൾ നൽകി വരുതിയിൽ നിർത്തുന്നതിനേക്കാൾ വളരെ വേഗം ചട്ടങ്ങൾ പഠിച്ചെടുക്കുന്നവരാണ് പിടിയാനകൾ. മാത്രമല്ല, സർക്കസിലെയും കൂപ്പിലെയും ഒക്കെ പണികൾക്ക് മതപ്പാട് കാലം വിശ്രമം നൽകേണ്ടി വരുന്ന കൊമ്പന്മാരെക്കാൾ അനുയോജ്യം പിടിയാനകളുടെ സേവനമാണ്. സർക്കസിന്റെ വേദികളിൽ കൊമ്പനാനകളെ 10 വയസ്സിനപ്പുറം നിർത്താറില്ല. സർക്കസിന്റെ അരങ്ങുകളെ ആഹ്ലാദിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എപ്പോഴും പിടിയാനകൾ തന്നെയാണ്. ഒരു കൊമ്പനാനയേക്കാൾ കാണികൾക്ക് എപ്പോഴും സർക്കസിന്റെ മാന്ത്രിക സദസ്സുകളിൽ കണ്ടിരിക്കുവാൻ നല്ല സുഖം ഒരു പിടിയാന ക്രിക്കറ്റ് കളിക്കുന്നതും ഒറ്റക്കാലിൽ നൃത്തം ചെയ്യുന്നതുമൊക്കെയാണ്. കേരളത്തിലെ എല്ലാ പ്രമുഖ സർക്കസ് കമ്പനികളിലും ഒന്നിലേറെ പിടിയാനകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ നീണ്ട ജീവിതകാലത്തിനിടയിൽ ദാക്ഷായണിക്ക് ചീത്ത സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല. ദാക്ഷായണിയെ നോക്കിയിരുന്ന പാപ്പാന്മാർ പലരും ഇന്ന് കാലത്തിൻ്റെ വലിയ തിരശ്ശീലയ്ക്കുള്ളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ആന പാപ്പാന്മാരിൽ പേരും പ്രശസ്തിയും നേടിയ പ്രമുഖരിൽ ചിലരായ തമലം ചെല്ലപ്പൻ പിള്ളയും അയ്യപ്പൻ നായരും സുന്ദരേശൻ നായരുമെല്ലാം ദാക്ഷായണിയെ നന്നായി പരിചരിച്ചിരുന്നവരാണ്. തന്നെ സംരക്ഷിച്ചിട്ടുള്ള പാപ്പാന്മാരോടെല്ലാം ദാക്ഷായണിക്ക് സ്നേഹമേ ഉള്ളൂ. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെക്കാലമായി ചെങ്കള്ളൂർ ക്ഷേത്രത്തിലാണ് ദാക്ഷായണി കഴിയുന്നതെങ്കിലും തരം കിട്ടിയാൽ പാപ്പാന്മാർക്കൊപ്പം പോകുവാൻ ഈ പ്രായത്തിലും ശ്രമിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. മറ്റേതൊരു ജന്തുവിനുമെന്ന പോലെ വാർദ്ധക്യം ആനകൾക്കും ശാരീരിക അവശതകളുടെ കാലം കൂടിയാണ്. അഗ്നിബലവും പിത്തവും കുറയുന്ന ഉടലിൽ വാദം വർദ്ധിക്കുന്നു. അംഗങ്ങളിൽ പലതിനും ചലനശേഷി നന്നേ കുറയുന്നു. ശരീരശോഭ കുറഞ്ഞ് പരുഷമാകും. ശരീരചേഷ്ടകളും അപ്പോൾ കുറയുന്നു. കഫം വർദ്ധിക്കും. വിളർച്ച ഉണ്ടാകും. സദാസമയവും കണ്ണീരൊലിച്ചുകൊണ്ടിരിക്കും. കടവായിലൂടെ കഫവും ഒലിച്ചിറങ്ങും. ഭയം കൊണ്ട് കൂട്ടത്തിൽ ചേർന്ന് നടക്കില്ല. കാമവികാരങ്ങളെല്ലാം കെട്ടടങ്ങും. ബലമില്ലാതാകും. കണ്ണിൻ്റെ ചൈതന്യം കെടും. വ്രണങ്ങൾ വന്നാൽ എളുപ്പം ഉണങ്ങില്ല. രോമങ്ങൾ മുറിഞ്ഞു പോകും. അങ്ങനെ വളരെ സ്വാഭാവികമായ ഒരു പടിയിറക്കമാണ് ആനകളിൽ സംഭവിക്കുന്നത്. ദാക്ഷായണി മുത്തശ്ശിയും ആ വഴികളിലൂടെ പതുക്കെ പതുക്കെ നടക്കുകയാണ്. ഓർമ്മകളിൽ പ്രതാപകാലത്തിൻ്റെ രജതരേഖകൾ ചില നേരങ്ങളിൽ അങ്ങനെ നന്നായി ആഞ്ഞു വീശും. അപ്പോൾ എല്ലാം മറന്നങ്ങനെ നിൽക്കും. അതിൽ പ്രണയമുണ്ടാകും, സഹനമുണ്ടാകും, മറക്കുവാനാകാത്ത വിധം നടത്തിയ യാത്രകളുണ്ടാവും. തിരുവനന്തപുരത്തെ മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുണ്ടായിരുന്ന രാജശേഖരനെയും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലുണ്ടായിരുന്ന ബാലകൃഷ്ണനെയും മലയൻകീഴ് ക്ഷേത്രത്തിലെ ശേഖരനെയുമെല്ലാം ദാക്ഷായണി മുത്തശ്ശി ഓർക്കുന്നത് അപ്പോഴാണ്. ആരാദ്യം പറയും എന്ന് കരുതി പറയാതെയും പാതി പറഞ്ഞുമെല്ലാം കടന്നുപോയ പ്രണയാർദ്രമായ ഓർമ്മകൾ. ആറാട്ടിനും പള്ളിവേട്ടയ്ക്കും അകമ്പടിയായി വല്ലപ്പോഴും മാത്രമേ ദാക്ഷായണി മുത്തശ്ശി ഇപ്പോൾ പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ പണിയെടുക്കണമെന്ന് ആരും നിർബന്ധിക്കാറില്ല. നിർബന്ധിച്ചാൽ തന്നെ ചെയ്യുവാനും ആവില്ല. കോടനാട്ടെ ആനക്കൊട്ടിലിൽ നിന്നും തുടങ്ങിയ വലിയൊരു ജീവിതയാത്രയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മനുഷ്യൻ്റെ കൺമുന്നിൽ പെടാതിരുന്നെങ്കിൽ ഭാര്യയായും അമ്മയായുമെല്ലാം കൊടും കാട്ടിൽ കഴിയേണ്ട ഒരു ജന്മം. അത്തരം നഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചോർത്ത് ഈ സ്ത്രീ ഹൃദയം എന്നെങ്കിലുമൊക്കെ വിതുമ്പിയിട്ടുണ്ടാകുമോ? ചുരക്കാതെ പോയ മുലകളെക്കുറിച്ചും തട്ടിയും തലോടിയും നക്കിയും തുടച്ചും കുട്ടിക്കുറുമ്പുകൾ കാണാതെയും കടന്നുപോയ ഒരമ്മയുടെ അപൂർണമായി പോയ മാതൃത്വത്തെ ഓർത്തുമെല്ലാം കണ്ണീർ പൊഴിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടായിരിക്കാം. 80 വർഷങ്ങളെന്നത് ചെറിയ ഒരു കാലയളവല്ലല്ലോ. ചരിത്രത്തെ നിർമ്മിച്ചവരും ചരിത്രമായി തീർന്നവരുമെല്ലാം കടന്നു പോകുന്നതിന് ദാക്ഷായണി മുത്തശ്ശി ഒരു സാക്ഷിയായിരുന്നു. എത്രയെത്ര ഗജകേസരികൾ, എത്രയെത്ര പൂരങ്ങൾ,
എത്രയോ പൂരപ്പറമ്പുകൾ. കാലം അനുവദിച്ച വിശ്രമത്തിലാണ് ഇന്ന് കുടിയാൻ കഴിയുന്നത്. വാർദ്ധക്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പരിചരണങ്ങളാണ്, സ്നേഹമാണ്, കരുതലാണ്. ഈ മുത്തശ്ശിക്കും ഇതൊക്കെയാണ് വേണ്ടത്. പുതിയ ചെറുപ്പക്കാർ ധാരാളമുള്ളപ്പോൾ ഇനി എഴുന്നള്ളത്തിനും പള്ളിവേട്ടയ്ക്കും ആറാട്ടിനുമൊന്നും ഈ വൃദ്ധജന്മത്തെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും എളിയ മര്യാദ. അതല്ലെങ്കിൽ നീതി. ആവശ്യമുള്ള ഭക്ഷണവും വിശ്രമവും നൽകി ഈ വാർദ്ധക്യത്തെ ഓർമ്മകൾക്കൊപ്പം മേയാൻ വിടുക. ദക്ഷായണി മുത്തശ്ശിക്ക് E4 Elephant എല്ലാ ആയുരാരോഗ്യങ്ങളും നേരുന്നു.